ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐശ്വര്യ വേണുഗോപാലൻ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഹെൽത്തി ഡ്രിങ്കിനെക്കാട്ടും വയറും മണ്ണും കുറയ്ക്കാനുള്ള ഒരു ഡ്രിങ്ക് ആണ്. അതിലുപരി നമ്മുടെ ഇൻഫ്ലമേറ്ററി കുറയ്ക്കാനും അതുപോലെ അതുപോലെ നമ്മുടെ ചെറുന്റെ ശരീരം ഉണ്ടല്ലോ, ഭയങ്കര വീർത്ത് തടിച്ച പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനും രക്തം ശുദ്ധീകരിക്കാനും അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 1.5 വർഷം മുമ്പായിരുന്നു ഈ ഡ്രിങ്ക് ശരിക്കും ട്രെൻഡിങ് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഓ, ഈ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കുക, ഈ പൂവൊക്കെ എവിടെ നിന്ന് കിട്ടും. ആ ടൈമിൽ ഞാൻ ഈ പൂവിന്റെ വില അന്വേഷിച്ചപ്പോ 100 ഗ്രാമിന് എത്രയോ നല്ല വില പറഞ്ഞു, 10-300 രൂപയോളം വില ഞാൻ കേട്ടുട്ടോ, ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോ. അങ്ങനെ പിന്നെ ഞാൻ ഇതിനെ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷമാണ് ഈ ഇടയായിട്ട്, അതായത് കുറച്ച് നാൾ മുമ്പാണ് എനിക്ക് തന്നെ റെക്കമെൻഡേഷൻ വന്നിട്ടോ യൂട്യൂബില്, ഈ ബ്ലൂ ടീ എന്ന് പറയുന്നത്, അതായത് നീല ശംഖുപുഷ്പത്തിന്റെ ചായ. ശരിക്കും ഇത് ചായ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു, ചായ എന്ന് കേട്ടപ്പോ പഞ്ചസാര, ചായപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന വെള്ളം എന്നാണ് ഞാൻ വിചാരിച്ചത്. അമ്മ എന്താ പരിപാടി നോക്കിയതാണ് ഇപ്പൊ പോയിട്ടോ. അപ്പോ ഞാൻ ഒന്ന് വാതിൽ ചാറുണ്ട്, അല്ലെങ്കിൽ ഒരു അപാകത ഇല്ല. ഓക്കെ, പകുതി തുറന്നിടുമ്പോ ഓക്കെ. അപ്പോ ഇത് ചായയിലും പഞ്ചസാരയും ഒന്നും ഇട്ട് ഉണ്ടാക്കുന്ന ചായയല്ല. ഞാൻ ആദ്യം അങ്ങനെ തെറ്റിദ്ധരിച്ചു കിട്ടോ. എന്നിട്ട് ഒരു തവണ ഒരു റിസപ്ഷന് പോയിണ്ടായിരുന്നു, ആരുടെയോ ഒരു റിസപ്ഷന് പോയപ്പോ അവിടെ എങ്ങനെ ചെമ്പരത്തി ചായ, റോസ് ടീ, ജിഞ്ചർ ടീ, ടേമറിക് ടീ, അതിൻ്റെ ഒപ്പം ബ്ലൂ ടീ എന്നുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ ഞാൻ ഇത് കുടിച്ചു നോക്കി. പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. അതിന് ശേഷം ഈ അടുത്ത് ഞാൻ ഇത്തിരി തടിയൊക്കെ വെച്ചു. ആ ടൈമിൽ ഞാൻ എങ്ങനെ ഈ തടി കുറയ്ക്കാം, അധികം വ്യായാമം ഇല്ലാണ്ട് എങ്ങനെ തടി കുറയ്ക്കാം എന്നതായിരുന്നു എൻ്റെ പ്രധാന ചിന്ത. പക്ഷെ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അധികം മൂവ്മെന്റ് ഇല്ലാത്ത ആളാണ്. അതായത് എനിക്ക് ഇരിക്കാനാ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് കിടക്കാനാ കൂടുതൽ ഇഷ്ടം. അല്ലാതെ എനിക്ക് ഇങ്ങനെ അനങ്ങി അനങ്ങി നിൽക്കുന്ന ആ പരിപാടി എനിക്ക് അധികം ഇഷ്ടമില്ല കേട്ടോ. അപ്പോ അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ മൂവ്മെന്റ് കുറവുള്ള ആൾക്കാർക്ക് എങ്ങനെ തടി കുറയ്ക്കാം എന്നതിനെ പറ്റി ഞാൻ കുറച്ച് റിസർച്ച് നടത്തി. അതിലുള്ളതാണ് ഈ ബ്ലൂ ടീ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് വണ്ണം കുറയ്ക്കില്ല, ഒരു 3-4 മാസം നമ്മൾ ഇത് കൺസ്യൂം ചെയ്താലാണ് വണ്ണം കുറയ്ക്കുള്ളൂ. അപ്പൊ ഞാൻ 2 ദിവസത്തേക്കാണ് ഒരു തവണ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് 2 ദിവസം കുടിക്കാനുള്ള അളവിന് ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ ഇത് വീഡിയോസിലൊക്കെ കാണിക്കുന്ന എങ്ങനെയാ വെച്ചാൽ, വെള്ളം ഈ നീലശംഖുപുഷ്പം ഇട്ട് വെള്ളം തിളപ്പിച്ചു, 1 ഗ്ലാസ് വെള്ളത്തിന് ഒരു 2-3 നീലശംഖുപുഷ്പം ഇട്ട് വെള്ളം തിളപ്പിച്ചു. അതിന് ശേഷം അവര് അപ്പൊ തന്നെ കുടിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ, രക്തം ശുദ്ധീകരിക്കുക, വയറ് കുറയ്ക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ആ വെള്ളം അപ്പൊ തന്നെ കുടിക്കാൻ പാടില്ല. ഏകദേശം ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാച്ചാ, ഇപ്പൊ തിങ്കളാഴ്ച വൈകിട്ട് ഒരു 5 PM, അതായത് ഒരു സന്ധ്യ നേരത്ത് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് 1 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3-4 ശംഖുപുഷ്പം ഇട്ട് നിങ്ങൾ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ, എന്നിട്ട് ഇത് അടച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ വെച്ച് പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെ നിങ്ങൾ എണീറ്റ ഉടനെ, പല്ല് തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വെറും വയറ്റില് ഈ 1 ഗ്ലാസ് നീലശംഖുപുഷ്പം ഡ്രിങ്ക് കുടിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരു 3 മാസം കുടിച്ചാൽ മാത്രമേ നിങ്ങളുടെ ബോഡിയിൽ വിസിബിൾ ചേഞ്ച് അറിയുള്ളൂ. അല്ലെങ്കിൽ ഒരാഴ്ച ഒന്നും കുടിച്ചിട്ട് കാര്യമില്ല. ഓ, ഞാൻ ഒരാഴ്ച കുടിച്ചു, 2 ആഴ്ച കുടിച്ചു, എനിക്ക് മാറ്റൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുന്നവരാച്ച, അങ്ങനെയൊക്കെ ഒരാഴ്ച മാത്രം കുടിച്ച് എനിക്ക് മാറ്റില്ല എന്ന് പറഞ്ഞ് ഡിപ്രഷൻ അടിച്ച് നിൽക്കുക വെച്ചാൽ, അങ്ങനെയുള്ളവരൊന്നും ഇത് കുടിക്കാൻ നിൽക്കരുത്. ഒരു 3 മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇത് കുടിക്കാൻ നിൽക്കുക. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനപ്പോ വെള്ളം തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ ഏകദേശം ചൂടാറിയതിന് ശേഷമാണ്, കണ്ടോ, നീല കളറായില്. ഇങ്ങനെ കുറച്ചു നേരം വെച്ചാൽ മതി. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കുടിക്കുക. ഇപ്പൊ കുടിച്ച് കാണിച്ചു തരാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഞാൻ നാളെ രാവിലെ ഇത് കുടിക്കുള്ളൂ കേട്ടോ. അപ്പൊ നാളെ രാവിലത്തെ വീഡിയോയില് ഞാൻ ഇത് കാണിച്ചു തരാവേ, എങ്ങനെയാ കുടിക്കുന്നതെന്ന്. അപ്പൊ നാളത്തെ വ്ലോഗിൽ അത് കാണിക്കാം. എന്തായാലും ഇപ്പോ സമയം 5 മണിയായിട്ടോ. നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഗ്യാസിന്റെ പ്രശ്നം, അതുപോലെ എനിക്ക് ഫുഡ് കഴിച്ചാൽ ഭയങ്കര രാത്രി ഞാൻ ഒരുപാട് ഓവർലോഡ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോ ഞാൻ
അതായത് രാവിലെ കുറച്ച്, വളരെ കുറച്ച് കഴിക്കുള്ളൂ, ഉച്ചയ്ക്കും കുറച്ച് കഴിക്കുള്ളൂ. പക്ഷെ കോളേജൊക്കെ വിട്ട് വന്നാൽ രാത്രി എന്റെ വീട്ടിൽ രാവിലെ ഒരു കറി വെക്കും, ഉച്ചയ്ക്ക് ഒരു കറി വെക്കും, വൈകുന്നേരം ഒരു കറി വെക്കും. അപ്പോൾ ഈ കറിയൊക്കെ കൂട്ടിയുള്ള ഭോജനമാണ് ഞാൻ വൈകുന്നേരം കഴിക്കുക. അപ്പോൾ ഞാൻ കുറേ അധികം ചോറ് കഴിക്കും കേട്ടോ. അത് കാരണം എനിക്ക് നല്ല വയറുണ്ട്, നല്ല ശരീരമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ അധികം വൈകാണ്ട് ഒരു 5 മണിയാകുമ്പോൾ കഴിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിന് ദഹനത്തിനുള്ള ഒരു അവസരമാണുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് 5 മണിയായ കാരണം തന്നെ വൈകിട്ട് 5 മണി എനിക്ക് ചോറുണ്ണാണ് നേരായിട്ടോ. ഞാൻ കുറച്ച് നാള് ചോറില്ലാണ്ടൊക്കെ ഡയറ്റ് എടുത്തു നോക്കി, മലയാളി ആയിപ്പോയില്ലേ. അത് കാരണം എനിക്ക് ചോറില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇന്നത് കഴിക്കാൻ പോകുന്ന എന്റെ രാത്രി ഭക്ഷണം ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഞാൻ കഴിക്കുന്നത് 5 മണിക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ഉണക്കി വെച്ച ശംഖുപുഷ്പം. ഇങ്ങനെ ഡ്രൈ ആയിട്ടതേ ഇവിടെ വേറെ കുറച്ചും കൂടി ഉണ്ട്, കണ്ടോ. ഇങ്ങനെ ഉണക്കി വെക്കുക നമുക്ക് എപ്പോ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനത് ഒരു മൂലയിലായിട്ട് ഒതുക്കി വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് ഇന്ന് കഴിക്കാൻ എന്താ ചോറ് എടുത്തുണ്ട്, പിന്നെ ഇതാ മോരുകറി, ഇത് ഇന്നലെ വെച്ച മോരുകറിയാണേ. പിന്നെ ഉരുളൻകിഴങ്ങ് ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി, അതിന് ഉരുളൻകിഴങ്ങ് ഉപ്പേരി എന്നും പറയും. പിന്നെ ചിക്കൻ കറിയാണേ, പിന്നെ ചമ്മന്തി. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഇന്നത്തെ ഭോജനം, രാത്രി ഭോജനം. അപ്പൊ ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പൊ കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ശരിക്കും ഫുഡ് ഇരുന്ന് കഴിച്ചാലാണ് നമ്മുടെ ബോഡിക്ക് ഇത്തിരിയും കൂടി നല്ലത്. വെള്ളം കുടിക്കുകയാണെങ്കിലും ഇരുന്ന് കുടിക്കണം കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് നിക്കണം, അല്ലെങ്കിൽ ഫ്രെയിം ശരിയാവില്ല. അപ്പൊ നമുക്ക് കഴിക്കാം. എനിക്ക് വെണ്ടയ്ക്ക ഉപ്പേരി അല്ല, ഉരുളൻകിഴങ്ങ് ഉപ്പേരിയും മോരുകറിയുടെയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇതാ നിങ്ങൾ കഴിച്ചോളൂ. ഓക്കെ, ഇനി ഞാൻ കഴിക്കട്ടെ. മോരൂട്ടാനിലും പച്ചമുളകും ഒക്കെ നല്ല ചൊടിയില് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ചവയ്ക്കട്ടെ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. ഞാൻ കഴിക്കുന്ന ഗ്യാപ്പിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് വേണം എന്റെ വീഡിയോ നിർത്തി പോവാനായിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ബൈ.